മഴതോരും മുൻപോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ശിവൻ കമലയോട് വീണ്ടും പറയുന്നുണ്ട്, നിന്റെ മനസ്സിലെ ദുഷിച്ച ചിന്തകളെല്ലാം മാറ്റിവെച്ചിട്ട് വേണം നീ അലീനയെക്കുറിച്ച് ചിന്തിക്കാൻ. എന്തെന്നാൽ നിന്റെ ചിന്തകൾ ദുഷിച്ചതാണെങ്കിൽ അലീനയും അങ്ങനെ തന്നെയാണെന്നാണ് നീ ചിന്തിക്കുന്നുണ്ടാവുക. നീ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കാരണവശാലും ഒരു തരത്തിലും ആ പെൺകുട്ടി നമ്മളെ ഉപദ്രവിച്ചിട്ടില്ല, ഇനിയോട്ട് ഉപദ്രവിക്കാനും പോകുന്നുമില്ല. അതുകൊണ്ട് തന്നെ കമലേ, വേണ്ടി വന്നാൽ എന്നല്ല, എൻ്റെ മകൻ എന്നോട് കാര്യമായി തന്നെ ആവശ്യപ്പെട്ടാൽ അലീന തന്നെ ആയിരിക്കും അവൻ്റെ വധു. അതെല്ലാം പോട്ടെ, അതൊക്കെ വരാനിരിക്കുന്ന കാര്യങ്ങളല്ലേ. ഇന്ന് നടന്ന കാര്യം നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. നീ വന്നിട്ട് എന്തൊക്കെയോ പിച്ചും പേയും പറയുന്ന പോലെയാണ് പറഞ്ഞു കൂട്ടിയത്. നീ കാര്യമായ കാരണങ്ങളൊന്നും തന്നെ എന്നോടൊട്ട് പറഞ്ഞതുമില്ല. എന്താണ് കമലേ ഇന്ന് ബാലചന്ദ്രൻ്റെ വീട്ടിലുണ്ടായത്? നടന്ന കാര്യങ്ങളൊക്കെ തന്നെ ശിവനോട് പറയാനായിട്ട് കമലയ്ക്ക് ഒരു ചെറിയ മടി തോന്നുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോഴാണല്ലോ കമല മനസ്സിലാക്കുന്നത് അലീന ശിവൻ ആരാണെന്ന്. താൻ ചെന്ന് അലീനയെ ഈ കണ്ട വർത്തമാനം മുഴുവൻ പറഞ്ഞത് ശിവനെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവൻ്റെ കൈയെ തൻ്റെ കവിളത്ത് പതിയുമെന്ന് കമലയ്ക്ക് ഉറപ്പായിരുന്നു. കമലയ്ക്ക് എന്ത് പറയണമെന്നറിയുന്നുണ്ടായിരുന്നില്ല. വീണ്ടും ശിവൻ പറയുന്നുണ്ട്, കമലേ, നീ ഇത് എന്താന്ന് വെച്ചാൽ എന്നോട് തുറന്ന് പറഞ്ഞോ. നിൻ്റെ നാവും എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. നീ അവിടെ വെറുതെ ഒന്നും പോയി അവസാനിപ്പിച്ച് പോരുന്ന ഒരാളൊന്നുമല്ല. ഞാനിപ്പോൾ വിളിച്ച് കാര്യങ്ങൾ കാരണസഹിതം തെരഞ്ഞു പിടിച്ച് നിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും. അതുകൊണ്ട് നീ തന്നെ പറയുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. കമല ശിവനോട് വളരെ സൗമ്യത്തോടു കൂടി പറയുകയാണ്. അത് പിന്നെ ശിവേട്ടാ, എനിക്ക് ദേഷ്യം വരാതിരിക്കുമോ? എൻ്റെ മകൻ എത്ര വലിയ വീട്ടിൽ നിന്നും എത്ര വലിയ തറവാട്ടിൽ നിന്നും പെണ്ണ് കൊണ്ടുവരണമെന്നാണ് ഏതൊരമ്മയുടെയും ആഗ്രഹം. അവന് വധുവായി വരുന്നത് എല്ലാ തരത്തിലും ഒരു തികഞ്ഞ പെണ്ണാവണമെന്ന് ഏതൊരമ്മയും ആഗ്രഹിക്കുന്നതാണ്. അതുമാത്രമാണ് ഞാനും ചിന്തിച്ചത്. എന്നിട്ടിപ്പോൾ കുടുംബമഹിമ പോയിട്ട് അച്ഛനും അമ്മയും ആരെന്നു പോലും അറിയാത്തൊരു പെണ്ണിനെ അവൻ വിവാഹം കഴിക്കണമെന്നറിഞ്ഞപ്പോൾ ഒരമ്മ എന്ന നിലയ്ക്ക് എനിക്ക് അത് എത്രത്തോളം സഹിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ ശിവേട്ടൻ. ഓ, നിനക്ക് വല്ലാത്ത സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെ. നീ കാര്യത്തിലേക്ക് വാ. അത് പിന്നെ ശിവേട്ടാ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അവളോട് ഞാൻ പറഞ്ഞു എൻ്റെ മകനെ വിവാഹം കഴിക്കാൻ മാത്രം മികച്ചവളല്ലെന്നും അവൾക്ക് കുടുംബമഹിമയും ഇല്ലെന്നും അവൾക്ക് അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാത്തവളാണെന്നൊക്കെ. എവിടെയോ ഒരു അനാഥാലയത്തിൽ ജനിച്ചവൾക്ക് കയറി മൂത്ത മരുമകളായിട്ട് വരാൻ മാത്രം അതമ്പതിച്ച് കിടക്കുന്നവരെല്ലാം കടപ്പാട്ടൂർ വീട്ടുകാരെന്ന് അവളോട് മുഖത്ത് നോക്കി തന്നെ ഞാൻ പറഞ്ഞു. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല. കാരണം അവൾ ആരെന്നറിയാതെയാണ് അവളോട് ഞാൻ അത്രയൊക്കെ പറഞ്ഞു കൂട്ടിയത്. അതൊരു പക്ഷേ ശിവേട്ടനും എന്നോട് പറഞ്ഞ പോലെ മനസ്സൊന്ന് സമാധാനിച്ചിരുന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. എന്നോടാരും ഇതുവരെയും പറഞ്ഞിട്ടില്ല. പലപ്പോഴായിട്ട് ഞാൻ പലരോടും ചോദിച്ചിട്ടും ഉള്ളതാണ്, എന്തുകൊണ്ടാണ് അലീനയെ നിങ്ങളെല്ലാവരും ഇങ്ങനെ സംരക്ഷിക്കുന്നതെന്നും വന്നപ്പോൾ അവളോടുണ്ടായ ദേഷ്യവും വൈരാഗ്യവും ഒന്നും നിങ്ങൾക്കിപ്പോഴും ഇല്ലാത്തതെന്നും നിങ്ങളാരും തന്നെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ശിവേട്ടാ, ഉള്ളതുപോലെ തന്നെ പറയണമല്ലോ. ഞാൻ അവളെ പിഴച്ച സന്തതി എന്നും പിഴച്ചവൾക്കുണ്ടായതെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതൊക്കെ ഇപ്പോഴും തിരുത്തേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാകും. പിന്നെ സഹോദരിയെ പറഞ്ഞു എന്ന പേരുദോഷം എനിക്കും വേണ്ട. ഞാനുള്ളത് പറഞ്ഞു എന്ന് മാത്രം. എന്നെ ചോദ്യം ചെയ്യുമ്പോൾ ഇതൊക്കെ കൂടി മറുവശത്തുണ്ടെന്ന് ശിവേട്ടൻ ചിന്തിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. എന്തുകൊണ്ടും നിങ്ങളുടെ സഹോദരിയേക്കാളും മികച്ചവർ തന്നെയാണല്ലോ കടപ്പാട്ടൂർ വീട്ടിൽ കയറി വന്ന 3 മരുമക്കളും. എന്താ ശിവേട്ടാ, നിങ്ങൾക്ക് ആ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഓ ഇല്ല വൈജയ്, ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു 10 മുഴം നാവ് കൂടുതലാണെന്നൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യത്തിലും നീ തികഞ്ഞവൾ തന്നെയാണ്. അത് എല്ലാന്നൊന്നും പറയുന്നില്ല എന്ന് കരുതി ഞങ്ങളുടെ സഹോദരിയും പിഴച്ചവളാണെന്ന് നീ പറയാതെ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നിനക്ക് എപ്പോഴെങ്കിലും തരേണ്ട രീതിയിൽ
അതിനുള്ള മറുപടി ഞാൻ തന്നോളാം. പിന്നെ ജയിലിൽ കിടക്കുന്നത് എൻ്റെയും കൂടി മകനായിപ്പോയി. അല്ലെങ്കിൽ മറുപടി ഞാൻ ഇപ്പം തന്നെ തന്നേനെ എന്ന് പറഞ്ഞുകൊണ്ട് ശിവൻ മുകളിലേക്ക് കയറി പോവുകയാണ്. ശിവൻ പറഞ്ഞതിൻ്റെ അർത്ഥം പൂർണ്ണമായി തന്നെ കമലയ്ക്ക് മനസ്സിലായിരുന്നു. കമല തൻ്റെ മുറിയിലേക്കായി നടന്നു. അവിടെ ചെന്നിരുന്ന് കമല ചിന്തിക്കുകയായിരുന്നു. എങ്കിലും വൈജയെ സമ്മതിച്ചു കൊടുക്കണം. ഒരുത്തനുമായി പ്രേമിക്കുകയും അവനിലൊരു കുഞ്ഞിനെ ജന്മം നൽകുകയും ചെയ്തിട്ട് ഒരു കൂസലുമില്ലാതല്ലേ മറ്റൊരുത്തനെ വിവാഹം കഴിച്ച് ജീവിക്കുന്നത്. അവളുടെ ധൈര്യം അപാരം തന്നെ. എന്നിട്ടും അവളുടെ സാമർഥ്യത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? അവൾ വരയ്ക്കുന്ന വരയിലല്ലേ ആ ബാലചന്ദ്രനെ ഇത്രയും കാലമിട്ട് അവൾ നടത്തിയിരുന്നത്. അതിനപ്പുറത്തേക്ക് ചലിക്കാൻ ബാലചന്ദ്രന് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്ക് പ്രിയതമയായിരുന്നല്ലോ ഭാര്യ. എന്നിട്ടിപ്പോൾ എന്തായി? ഭാര്യ കൂടിയവളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ വേഗം പുറന്തള്ളി. ഇത്രയ്ക്കു ശരി ബാലചന്ദ്രനുണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. അത് മാത്രാണോ? എങ്ങനെ ഒരു മനുഷ്യന് തൻ്റെ ഭാര്യയ്ക്ക് ആദ്യ കാമുകനിലുണ്ടായ മകളെ സ്വന്തം മക്കളെക്കാൾ ഏറെ സ്നേഹിക്കാൻ കഴിയുക? ബാലചന്ദ്രൻ്റെ ജന്മം വല്ലാത്ത ജന്മം തന്നെ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് കമലയുടെ മനസ്സിലേക്ക് വൈജയന്തിയുടെ മുഖം ഓർമ്മയിലെത്തുന്നത്. ഉടൻ തന്നെ കമല ഫോൺ എടുത്ത് വൈജയന്തിയെ വിളിക്കുന്നുണ്ട്. വൈജയുടെ കോള് റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് വൈജ തിരിഞ്ഞ് മേശപ്പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് കമലയുടെ കോളായിരുന്നു. വൈജയ്ക്ക് കമലയുടെ നമ്പറും പേരും ഫോണിൽ തെളിഞ്ഞപ്പോൾ തന്നെ ആ ദേഷ്യമങ്ങ് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കായിരുന്നു. ഒന്നും പറയാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്ന ചിന്തയോടുകൂടി തന്നെ കമലയുടെ കോള് വൈജ അറ്റൻഡ് ചെയ്യുന്നില്ല. വൈജ കാണാത്ത രീതിയിൽ തന്നെ ചെവി പൊത്തി അവിടെ തന്നെ ഇരുന്നു കൊണ്ട് കമല വന്നു പറഞ്ഞതും കാട്ടിക്കൂട്ടിയതുമായ കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നാൽ കമലയും വൈജയെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. കമല വീണ്ടും വീണ്ടും കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിവർത്തിയില്ലെന്ന് കണ്ട് വൈജ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്താ എടത്തി, എന്താ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഓ അത് ശരി, അപ്പോൾ മനഃപൂർവ്വം എടുക്കാതെ തന്നെ ഇരുന്നിരുന്നതാണ് അല്ലേ വൈജെ? അല്ല എടത്തി, ഞാനേ വാഷ്റൂമിലായിരുന്നു. അവിടെ ഇരുന്ന് കേട്ടിരുന്നു ആരോ വിളിക്കുന്നത്. വന്നു നോക്കിയപ്പോൾ ഏടത്തിയായിരുന്നു. തിരിച്ചങ്ങോട്ട് വിളിക്കുന്നതിന് മുമ്പ് ഏടത്തിയുടെ കോള് വീണ്ടും വന്നല്ലോ, അതുകൊണ്ടാ ചോദിച്ചേ. ഓ അങ്ങനെയായിരുന്നോ? ശരി, ഞാൻ വിശ്വസിക്കുന്നു. ഏടത്തി വിശ്വസിക്കണമെന്നൊന്നുമില്ല, ഞാൻ കാര്യം പറഞ്ഞു എന്ന് മാത്രം. എന്തിനാ ഏടത്തി ഇപ്പോൾ ഇങ്ങനൊരു കോള്? ഏടത്തി കുറച്ച് മുമ്പ് ഇവിടെ വന്ന് കിടന്ന് എന്തൊക്കെയോ എണ്ണിപ്പറക്കി പോകുമ്പോഴും ഏടത്തി എന്നെ ഒന്ന് കാണാൻ പോലും നിന്നില്ലല്ലോ. എന്താ ഏടത്തിക്ക് പറയാനുള്ളത്? ഞാനെങ്ങനെയാ നിന്നെ കാണുന്നത്? നീയൊരു ദിവസം ആ ശരണ്യയുള്ളപ്പോൾ വിളിച്ചിട്ട് ബാലചന്ദ്രൻ്റെ മുമ്പിലിട്ട് എന്നെ പൊരിക്കാനിട്ട് കൊടുത്തിട്ട് മുങ്ങിക്കളഞ്ഞവളല്ലേ. അങ്ങനെയുള്ള നിന്നെ വന്ന് കാണണമെന്ന് എനിക്കും തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാ വന്ന് കാണാതിരുന്നത്. അതെയോ? എങ്കിൽ പിന്നെ ഇങ്ങനെയൊരു കോളിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ ഏടത്തി. അതുണ്ട് വൈജേ, അങ്ങനെ ഒരു കോളിൻ്റെ ആവശ്യം ഇപ്പോൾ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വൈജ പറഞ്ഞതുപോലെ വൈജ കോൾ അറ്റൻഡ് ചെയ്യുന്നത് വരെ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഞാനീ പറയുന്നത് എന്താണെന്നായിരിക്കും ഇപ്പോൾ വൈജ ചിന്തിച്ചു കൂട്ടുന്നത് അല്ലേ വൈജേ? അല്ല വൈജേ, എനിക്കൊരു സംശയം. ആ സംശയവും കൂടി ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ വിളിക്കുന്നത്. ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് പോന്നപ്പോൾ തുടങ്ങിയുള്ള സംശയമാണ്. ഇത്രയും കാലം നിൻ്റെ മക്കൾക്കെല്ലാം ആ അലീന എന്ന് പറയുന്ന നിൻ്റെ വീട്ടിലെ വേലക്കാരിയെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. അതിനിടയ്ക്ക് എപ്പോഴോ കൃഷ്ണമോള് നിൻ്റെ ഭർത്താവിൻ്റെ പക്ഷം ചേരുകയും അവളുമായിട്ട് സഖ്യം കൂടുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാലിപ്പോൾ അവളെക്കാളേറെ അലീനയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതും മറ്റുള്ളവരോട് എതിർക്കുകയും ചെയ്യുന്നതുമെല്ലാം ബബിതയാണല്ലോ. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? അവൾക്ക് ഇത്രമാത്രം ശക്തിയും ബുദ്ധിയൊക്കെ ഉണ്ടോ?
നിന്റെ ഇടഞ്ഞു നിന്നിരുന്ന മക്കളെയെല്ലാം അവളുടെ കൈക്കീഴിലാക്കിയെടുക്കാൻ? കമലയുടെ വാക്കുകളൊന്നും തന്നെ വൈജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ വൈജ ചിന്തിക്കുന്നത് തനിക്കും അലീനയോട് സ്നേഹമാണെന്നുള്ള കാര്യം കമല അറിയണ്ടെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ വൈജ എല്ലാം കേട്ടുകൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു, തിരിച്ച് ഒരു മറുപടിയും കൊടുക്കാതെ തന്നെ. എന്നാൽ കമല വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ വൈജേ, ഒന്നും പറയാനില്ലേ നിനക്കെന്നോട്? ഇത്രയൊക്കെ ചോദിച്ചിട്ടും മറുപടിയൊന്നും കിട്ടുന്നില്ല. ഞാനിപ്പോൾ എന്ത് പറയാനാ ഏടത്തി? അവളിവിടെ വന്നതിന് ശേഷം കൃഷ്ണമോളും അച്ഛനൊക്കെ അവളുടെ വലയിലായിരുന്നല്ലോ. അതിനുശേഷമാണല്ലോ രോഹിത് ജയിലിലൊക്കെ ആവുന്നത്. അതിനുവേണ്ടി പോലീസുകാർ ഇവളെ ഒരുപാട് ചോദ്യം ചെയ്യുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ എന്തോ രോഹിത്തിനും ഹരിക്കുമെതിരെ കേസ് കൊടുക്കാൻ പറഞ്ഞ് എന്തൊക്കെ ഭൂകമ്പാണ് അവളെ കൊണ്ട് അന്നുണ്ടാക്കിക്കൊണ്ടിരുന്നത്. എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി അവൾ അത്രയൊക്കെ സഹിച്ചല്ലോ. അതൊക്കെ കണ്ടിട്ടായിരിക്കും എൻ്റെ മക്കൾക്ക് ഇപ്പോൾ അവളോടുള്ള സഹതാപം. എന്തായാലും അവരെല്ലാവരും അവളെ അനുസരിക്കുകയും അവൾ പറയുന്നതൊക്കെ കേട്ടിട്ട് വളരെ നല്ല കുട്ടികളായിട്ട് തന്നെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഒരമ്മ എന്ന നിലയ്ക്ക് എനിക്കും സന്തോഷം തന്നെയല്ലേ ഏടത്തി? പിന്നെ ഇപ്പോൾ ഞാനായിട്ട് എന്ത് പറയാനാ? അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ എത്രയൊക്കെ ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും ഉള്ളത് പറയണമല്ലോ. അവൾ നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷം നമുക്കാർക്കും അവളൊരു ഉപദ്രവം ചെയ്തിട്ടില്ല. നമ്മളൊരേന്ന് ചിന്തിച്ചു കൂട്ടി അവൾക്ക് ഉപദ്രവം ചെയ്യുകയായിരുന്നില്ലേ ഏടത്തി? എപ്പോഴെങ്കിലും ഏടത്തിയും അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലത് തന്നെയാണ്. ഓ, അത് ശരി. അപ്പോൾ പറഞ്ഞും പിടിച്ചും അലീന ആ വീട്ടിലെ വിളക്കായി മാറി. നിന്റെ നാവിൽ നിന്നും ഇതൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഞാൻ ഇത്രയൊക്കെ ചോദിച്ചത്. നിന്റെ മനസ്സിലും അവൾ ആ വിളക്കായി മാറിയോ എന്നറിയാൻ. അപ്പോൾ എല്ലാം സത്യം തന്നെ ആയിരുന്നു അല്ലേ വൈജേ? ഏടത്തി പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കിത്തരാം വൈജേ. ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് വന്നതിന് ശേഷം ശിവേട്ടൻ എന്നെ തടഞ്ഞു നിർത്തി അവിടെയുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചു. എനിക്ക് കുറച്ചൊക്കെ വിശദീകരിച്ച് എന്നെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ശിവേട്ടൻ പറഞ്ഞു തുടങ്ങിയത്. കമലയുടെ ഓരോ വാക്കുകളും വൈജയന്തിയിൽ നെഞ്ചിടിപ്പ് കൂട്ടിക്കൊണ്ടേയിരുന്നു. വൈജയ്ക്ക് സംശയം തോന്നി തുടങ്ങി, കമല എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നോ എന്ന്. വൈജയുടെ ആ നെഞ്ചിടിപ്പിൻ്റെ താളം കൂട്ടിക്കൊണ്ട് തന്നെയായിരുന്നു കമലയുടെ അടുത്ത ചോദ്യം. നീ ആള് തരക്കേടില്ലല്ലോ വൈജേ. നിനക്ക് ഇത്രയ്ക്കൊക്കെ ധൈര്യമുണ്ടായിരുന്നു എന്ന് എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല. തൻ്റെ ഇടവും സാമർഥ്യവും ഒക്കെ ഒരു പെണ്ണിന് വേണ്ടതൊക്കെ തന്നെയാണ്. എങ്കിലും ഒരാണിനെ പറ്റിച്ച് ജീവിക്കാൻ മാത്രമുള്ള തൻ്റെ ഇടം നിൻ്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും ആവുന്നില്ല. കമലയുടെ ഓരോ വാക്കുകളിൽ നിന്നും താൻ ഉദ്ദേശിച്ചത് തന്നെയാണ് കമല പറഞ്ഞു തുടങ്ങുന്നതെന്നും പറഞ്ഞവസാനിപ്പിക്കാൻ പോകുന്നതെന്നും വൈജയ്ക്ക് ഉറപ്പായിരുന്നു. വീണ്ടും ഒരു പരിഹാസഭാവത്തോടു കൂടി കമല പറയുകയാണ്, വേണ്ടിയിരുന്നില്ല വൈജേ. ഇങ്ങനെയൊരു പുരുഷനെ പറ്റിച്ചുകൊണ്ട് പുതിയൊരു ജീവിതം നീ നേടിയെടുക്കേണ്ട ആവശ്യം നിനക്കുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടും വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നിനക്ക് എപ്പോഴെങ്കിലും നല്ലൊരു ജോലി കിട്ടുമെന്നും നല്ലൊരു ഭാവിയിലേക്ക് നീ എത്തിച്ചേരുമെന്നും നിനക്ക് അന്നേ ഉറപ്പായിരുന്നല്ലോ. പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു നീ അയാളുടെ ആ സ്നേഹത്തിനെ ചൂഷണം ചെയ്തെടുത്തത്? മഹാപാപം തന്നെയായിരുന്നു വൈജേ. വേണ്ടിയിരുന്നില്ല. എങ്കിലും 10-25 വർഷം കഴിഞ്ഞിട്ട് അലീന വന്ന ആ വരവ്, അതാണ് ഇപ്പോഴും എന്നെ ഷോക്കിൽ നിന്നും മോചിതയാവാൻ എനിക്ക് കഴിയാത്തത്. നിൻ്റെ അച്ഛനാൾ കൊള്ളാം. മഹാദ്രോഹം തന്നെയല്ലേ നിന്നോട് കാണിച്ചു വെച്ചിട്ട് അദ്ദേഹം അവസാന കാലത്ത് കണ്ണടച്ചു പോയ പോക്ക്. കമല പറയുന്ന ഓരോ വാക്കുകളും തൻ്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നുണ്ടെങ്കിലും കമലയുടെ വാക്കുകളെല്ലാം തന്നെ പറഞ്ഞു തീർക്കട്ടെ എന്ന ചിന്തയിൽ തന്നെയായിരുന്നു വൈജ നിൽക്കുന്നത്. കമല പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വൈജയെ കുത്തി നോവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. കമല വീണ്ടും പറയുന്നുണ്ട്,
എങ്ങനെയാണ് വൈജേ നിനക്ക് ഒരു പിഞ്ചു കുഞ്ഞിനെ പ്രസവിച്ച് ഒന്നും അറിയാത്തവളെപ്പോലെ ഉപേക്ഷിച്ച് മറ്റൊരു ജീവിതം നേടിയെടുക്കാൻ കഴിഞ്ഞത്? ഇത്രയും വലുതായിട്ടും എൻ്റെ മകൻ അവിടെ ജയിലിൽ കിടക്കുമ്പോഴും എൻ്റെ മനസ്സിവിടെ പിടയ്ക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നീ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ട് ഒന്നും അറിയാത്തതുപോലെ അങ്ങ് മുങ്ങിക്കളഞ്ഞത് അല്ലേ? കൊള്ളാം. മറ്റൊരു ജീവിതത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ആ പ്രസവിച്ച കുഞ്ഞുമായി തന്നെ നിനക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നല്ലോ. നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയുമുള്ള സ്ത്രീയല്ലേ നീ? പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു അങ്ങനെയൊക്കെ എന്ന് കമല കുത്തി കുത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വൈജ പറയുന്നുണ്ട്, ഏടത്തി മതി. ഏടത്തിക്ക് എല്ലാം മനസ്സിലായിട്ടാണ് ഏടത്തി ഇപ്പോൾ എന്നോട് ഈ കിടന്ന് പറയുന്നതെന്ന് മനസ്സിലാവാഞ്ഞിട്ടല്ല ഞാനിവിടെ നിന്ന് കേൾക്കുന്നത്. ഒരു കാലത്ത് എൻ്റെ അച്ഛനും അമ്മാവന്മാരും സഹോദരങ്ങളും ചേർന്ന് എന്നോട് ചെയ്ത ദ്രോഹവും പാപവുമാണ് അലീന. ഏടത്തിയോട് ഏട്ടൻ എല്ലാ സത്യങ്ങളും അതേപോലെ തന്നെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാകുകയെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നിട്ടും ഏടത്തി എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് ഏടത്തി ഇവിടെ വന്ന് കിടന്ന് പ്രസംഗിച്ചു പോയതെല്ലാം കേട്ട് നിന്നവൾ തന്നെയായിരുന്നു ഞാൻ. എൻ്റെ മകളെയാണ് ഏടത്തി പറയുന്നതെന്ന നല്ല ബോധവും എനിക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു മകളെ അംഗീകരിക്കാനുള്ള മനസ്സ് ഇന്ന് എനിക്കുണ്ടെങ്കിലും അവളെ എനിക്ക് തരാനുള്ള മനസ്സ് ആർക്കുമില്ല. എല്ലാവരും ബാലചന്ദ്രൻ്റെ ഒപ്പം തന്നെയാണ്. ഏടത്തി കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, പിഞ്ചു കുഞ്ഞിനെ പ്രസവിച്ച് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞവളാണ് ഈ അമ്മ എന്ന്. ആ അമ്മ ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരമ്മ തന്നെയാണ് തൻ്റെ മകളെക്കുറിച്ച് ഓർത്ത്. അതിന് ഏത് പ്രായശ്ചിത്തം ചെയ്യാനും ഞാൻ തയ്യാറുമാണ്. പക്ഷേ ആരും എന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രം. ഏടത്തി പലപ്പോഴും എൻ്റെ കൂടെ നല്ല വാക്കുകൾ പറയുമ്പോഴും എല്ലാ കാര്യത്തിനും പിന്നിൽ നിന്ന് നോവിക്കുമ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഏടത്തിക്ക് എന്നോട് എന്തിനാണ് ഇത്ര പകയെന്ന്. പിന്നെ ഞാൻ അതൊന്നും കണക്കിൽ വെച്ചിട്ടില്ലെന്ന് മാത്രം. ഏടത്തി ഒരു കാര്യം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്ന് ഏടത്തി ഈ അറിഞ്ഞ സത്യങ്ങളെല്ലാം ആദ്യം മുതലേ അറിയുന്ന ഒരാളാണ് മാലതി ഏടത്തി. അവർ ഒരു അമ്മയാണ്, ഒരു നല്ല സ്ത്രീയും. അവരെന്നെ കാണുമ്പോഴെല്ലാം എനിക്ക് സപ്പോർട്ടായിട്ട് സമാധാനിപ്പിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ വിവാഹത്തിന് ശേഷം മാത്രമാണ് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഏടത്തി എന്നോട് സംസാരിക്കാതെ ആയത്. അതുവരെയും എനിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ആ ഏടത്തി ചെയ്തു തന്നിട്ടുള്ളതെന്ന് കമലേടത്തിക്ക് അറിയാമോ? ഏടത്തിക്ക് ചിന്തിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാക്കാമല്ലോ. തറവാട്ടിൽ എല്ലാവരുടെ ഒപ്പവും ഉണ്ടായിരുന്നത് കമലേടത്തി തന്നെയാണ്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഇത്രയും കാലം ഇത്രയും വലിയ രഹസ്യം ഏടത്തിയിൽ നിന്നും എല്ലാവരും മറച്ചു വെച്ചതെന്ന്? ഏടത്തി പറഞ്ഞത് സത്യം തന്നെയാണ്. എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് അലീന. എന്നാൽ ഇപ്പോൾ ബാലചന്ദ്രനോട് ചോദിക്കുകയാണെങ്കിൽ ഈ വൈജ ചെയ്ത ഏറ്റവും വലിയ ശരി അലീന എന്ന കുഞ്ഞിന് ജന്മം നൽകിയതാണെന്നായിരിക്കും ബാലചന്ദ്രൻ പറയാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ കമല പറയുന്നുണ്ട്, ബാലചന്ദ്രനെ പോലെ ഒരു പുരുഷനെ കിട്ടിയത് തന്നെയാണ് വൈജെ നിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അല്ലായിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്താകുമായിരുന്നു നിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന്? അല്ലെങ്കിലും അങ്ങനെ ഒരവസ്ഥയിലൊക്കെ തന്നെയാണ് ഏടത്തി ഇപ്പോഴും ഉള്ളത്. കാരണം 4 മക്കളും ഭർത്താവുമൊത്ത് ഞാൻ ജീവിച്ചു പോകുന്നേ ഒന്നുള്ളൂ, ജീവശവമായിട്ട് തന്നെ. മക്കളുടെയോ ഭർത്താവിൻ്റെയോ സ്നേഹമോ അനുകമ്പയോ ഒന്നും തന്നെ ഇന്നെനിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകുമെന്ന് സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് ഇപ്പോൾ ഞാൻ. ഏടത്തിയോട് എനിക്കൊരു റിക്വസ്റ്റേ ഉള്ളൂ. ഏടത്തി എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. പക്ഷേ എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അലീനയെ വേദനിപ്പിക്കാനോ നോവിക്കാനോ ഏടത്തി നിൽക്കരുത്. ഏടത്തിക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പോൾ അവൾ തന്നല്ലോ, നിങ്ങളുടെ മകനെ എൻ്റെ മകൾക്ക് വേണ്ട. തുറന്ന് പറയാമല്ലോ ഏടത്തി, അങ്ങനെ ഒരാഗ്രഹം എനിക്കുമില്ല. അത് ഏടത്തിയെക്കുറിച്ച് ആലോചിച്ചിട്ട് തന്നെയാണ്. മനുവിന് അലീനയോട് അങ്ങനെ ഒരു സ്നേഹം തോന്നാനുണ്ടായ കാരണം എന്താണെന്ന് ഏടത്തിക്ക് ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ്.
അലീനയെപ്പോലെ ഒരു പെൺകുട്ടിയെ അവൻ ഈ ജന്മത്ത് മറ്റൊരുവളെ കിട്ടില്ലെന്ന് ഉറപ്പുണ്ടായിരിക്കും. മനുവിനെ വിളിച്ച് ഏടത്തി പറയണം, ഏടത്തി ഇവിടെ വന്ന് കാട്ടിക്കൂട്ടിയതല്ല. അതിനു മറുപടിയായിട്ട് അലീന പറഞ്ഞ ആ വാക്കുകളും ഒന്നും തന്നെ വിട്ട് കളയാതെ തന്നെ ഏടത്തി മനുവിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അവൾ തീർത്ത് പറഞ്ഞിട്ടുണ്ട്, അവൾ ഒരിക്കലും ഏടത്തിയുടെ മകനെ തേടി വരില്ലെന്ന്. അതേപോലെ തന്നെ എൻ്റെ മകളെ തേടി ഏടത്തിയുടെ മകനും ഇവിടെ വരാൻ പാടില്ല. അതും ഏടത്തി നോക്കേണ്ട കാര്യം തന്നെയാണ്. എന്താ ഏടത്തി, അങ്ങനെയല്ലേ? കമലയ്ക്ക് വൈജയുടെ വാക്കുകൾ കേട്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു ഉൾഭയം തോന്നി. കാരണം ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ മനുവിൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് കമലയ്ക്ക് നല്ല ഉറപ്പായിരുന്നു. കമല പെട്ടെന്ന് പ്ലേറ്റ് തിരിച്ചു വെച്ച പോലെയായി. കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞായി വൈജയോട് സംസാരിക്കുന്നത്. വൈജെ, ഞാനതിനെ ഒരു പ്രശ്നമുണ്ടാക്കാനൊന്നും വിളിച്ചതല്ല. നിന്നോടൊന്ന് അറിഞ്ഞ കാര്യങ്ങൾ ചോദിക്കണമെന്ന് തോന്നി, അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ. അതിന് നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല ഏടത്തി, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഏടത്തി ഇനിയും ഏടത്തിയുടെ മകന് വേണ്ടി ഈ വീട്ടിൽ കയറി വന്ന് അലീനയോട് സംസാരിക്കാൻ ഒരിട വെക്കരുതെന്ന്. ശരി, ഏടത്തി ഇപ്പോൾ തൽക്കാലം കോള് കട്ട് ചെയ്തോളൂ. മനുവിനോട് പറയാനുള്ളതൊക്കെ ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് വൈജ കോള് കട്ട് ചെയ്യുകയാണ്. മനു ഇതെല്ലാം അറിയുമ്പോൾ എന്തായിരിക്കുമെന്നാലോചിച്ചിട്ട് കമലയ്ക്ക് ഒരു സമാധാനവും കിട്ടുന്നുണ്ടായിരുന്നില്ല. തുടർന്നുള്ള എപ്പിസോഡുമായി അടുത്തൊരു വീഡിയോയിലൂടെ വരുന്നത് വരേക്കും ശുഭരാത്രി.